സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഫാദർ ജോഷി മയ്യാറ്റ് മാധ്യമങ്ങളെടുത്തായിരുന്നാലും അല്ലാതെ ആയിരുന്നാലും പല ഇൻ്റർവ്യൂകളും ഇവിടെ നടക്കുന്നുണ്ട്. പ്രശ്നമെന്ന് പറയുന്നത് പള്ളുരുത്തി സെൻറ്റ് റീത്താസ് പബ്ലിക് സ്കൂൾ, അതുമായിട്ട് അവിടുത്തെ ഹിജാബ് വിവാദമാണ്. ഹിജാബ് വിവാദം എന്തുകൊണ്ട് അങ്ങനെ ഒരു വിവാദമാക്കി? അങ്ങനെ ജനങ്ങളെല്ലാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നു. കേരളത്തിലെ ജനങ്ങളെല്ലാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് മുസ്ലിം പെൺകുട്ടികൾ തട്ടമിട്ടുകൊണ്ട് പോകാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ നടത്തുന്ന സ്കൂളുകളിൽ മാത്രമേ ഈ പ്രശ്നം ഉണ്ടാകുന്നുള്ളൂ. എന്തുകൊണ്ടാണ്? അപ്പോൾ അവർക്ക് വർഗീയത ഏറ്റവും കൂടുതൽ നടമാടുന്നത് ക്രിസ്ത്യൻ സ്കൂളുകളിലും ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. എല്ലാ ക്രിസ്ത്യൻ സ്കൂളൊന്നും പറയാനൊക്കില്ല. അതായത് വിഷം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന, അതിവിടെ പുറത്ത് കാണിക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള അവസരങ്ങളിൽ പിന്നെ അത് കാണിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെന്റിനെ സംരക്ഷിക്കുകയും അവർക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നവരാണ് ക്രിസംഖികളും ഇവിടെയുള്ള സംഘപരിവാർ ശക്തികളും. അവരൊക്കെ പറയാണ്, അങ്ങനെയുള്ള സ്കൂളിൽ എന്തിനാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്? ഇതൊരു സ്കൂളാണ്, അത് മാത്രം പബ്ലിക് സ്കൂളാണ്. ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരവും നിയമവും അനുസരിച്ച് കേരളത്തിലൊരു ചട്ടക്കൂടുണ്ട്. അതിനനുസരിച്ച് ഇവിടെ സ്കൂൾ നടത്താൻ ഒക്കുള്ളൂ. അല്ലാതെ ഈ ക്രിസ്ത്യാനികൾ പറയുന്ന രീതിയിൽ അനുസരിച്ച് ഇവിടെ കേരളത്തിൽ സ്കൂൾ നടത്താൻ ഒക്കില്ല. അതിന് അംഗീകാരം കൊടുക്കാൻ ഒക്കില്ല. ഗവൺമെന്റ് അംഗീകാരം കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഈ പിള്ളേരെന്ന് പറയുന്നത് വിദ്യാർത്ഥികളല്ല, വിദ്യാർത്ഥിനികളായിരുന്നാലും അവരുടെ നിങ്ങളുടെ സ്കൂളിന് എല്ലാ സ്കൂളുകൾക്കും ഡ്രസ് കോഡുകളുണ്ട്. ഓക്കെ. അപ്പോൾ പെൺകുട്ടികൾക്ക് പ്രത്യേകമായതുണ്ട്, ആൺകുട്ടികൾക്ക് പ്രത്യേകമായതുണ്ട്. അപ്പോൾ ആ വസ്ത്രം ധരിക്കട്ടെ. അത് ധരിക്കുന്നതോടൊപ്പം അവർക്ക് പെൺകുട്ടികൾക്ക് എന്ന് പറയുന്നത്, പിന്നെ ചില പൊട്ടന്മാർ വന്നിരുന്ന ചാനലിൽ പറയുന്നുണ്ട് ഇസ്ലാം കാര്യവും അവന് ഈമാൻ കാര്യവും എന്താണെന്ന് അവൻ അറിഞ്ഞുകൂടാ. പിന്നെ ക്രിസ്ത്യാനികളുടെ കാര്യങ്ങളും കൂടെ പറയും. അവൻ പറയണ 5 കാര്യങ്ങളാണ് ഇസ്ലാമിലുള്ള വിശ്വാസം. അതിൽ തലയിൽ മറയ്ക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല വിശ്വാസം. നീ ആദ്യം ഈ ആരെങ്കിലും എഴുതി തരുന്ന ഈ 5 കാര്യങ്ങൾ വായിച്ചാൽ അത് മാത്രം കൊണ്ട് ഒരു ആള് മുസ്ലിം ആവില്ല. ഈമാൻ കാര്യങ്ങൾ വേറെയുണ്ട്. പിന്നെ അല്ലാതെ ഓരോരുത്തരുടെയും ജീവിത രീതി എങ്ങനെയാണെന്നുണ്ട്. പെണ്ണുങ്ങൾക്ക് എന്ന് പറയുന്ന സ്ത്രീകൾക്ക്, അതായത് മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം മറയ്ക്കണമെന്നാണ്. തലമുടി എന്ന് പറയുന്നത് അന്യ പുരുഷന്മാർ കാണാൻ പാടില്ല. അത് ആദ്യം മനസ്സിലായി. ഇസ്ലാമിന്റെ പറ്റി പഠിക്കുക ആദ്യം. അതായത് ഒരു സെക്ഷുവൽ എന്താണ് പറയുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മുടി തന്നെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും സ്ത്രീകൾ എന്ന് പറയുന്ന അവരുടെ സൗന്ദര്യം വെളിവാക്കാൻ പാടില്ല എന്നതാണ്. കൊച്ചുകുട്ടികൾക്ക് കുഴപ്പമില്ല, അല്ലാത്തവർക്ക് അവരുടെ സൗന്ദര്യം വെളിവാക്കാൻ പാടില്ല അന്യപുരുഷന്മാരുടെ മുമ്പിൽ. അപ്പൊ അതുകൊണ്ട് തലമറയ്ക്കൽ നിർബന്ധമാണ്. അത് ഇസ്ലാമിനെ പറ്റി പഠിക്കാത്തത് കൊണ്ടാണ്. ഈ പണിക്കൻ എന്ന് പറഞ്ഞാൽ അവന് പണിക്കലിന്റെ പണിയല്ലേ അറിയാവോ? അവൻ മരപ്പണിയാ, സ്വർണ്ണപ്പണിയാ, അല്ലെങ്കിൽ അലക്ക് പണിയാ എന്താണെന്ന് നമുക്കറിഞ്ഞൂടാ. അപ്പൊ അവൻ ആ പണിക്ക് പോകണം. അല്ലാതെ ഇസ്ലാമിന്റെ നിയമങ്ങൾ നീ കൈകാര്യം ചെയ്യണ്ട. ആ ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്ന് പറയുന്നത് ലോകത്ത് എല്ലാ സ്ഥലത്തും ഒറ്റ നിയമമാണ്. അത് ഓരോ സ്ഥലത്തും ഓരോ നിയമങ്ങളല്ല. നീ നിന്റെ മതത്തില് എന്താണ് നിയമം എന്ന് പറഞ്ഞാൽ നീ അത് പറഞ്ഞാൽ മതി, നീ അത് പഠിപ്പിച്ചാൽ മതി. അല്ലാത്ത കാര്യങ്ങൾ ഇടപെടുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറയുന്നത്, ഈ പള്ളിയിൽ അച്ഛൻ പറയാണ്, പിന്നെ പെൺകുട്ടിയെ ഞങ്ങൾ പുറത്താക്കിയിട്ടില്ല സ്കൂളിൽ നിന്നും. പിന്നെ പുറത്താക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ക്ലാസ്സിനകത്ത് കയറാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് തട്ടമിട്ട് വരാനൊക്കില്ല. അവിടുത്തെ പ്രിൻസിപ്പള്, അവിടുത്തെ വൈസ് പ്രിൻസിപ്പള് അവരെല്ലാം ഇട്ടിരിക്കുകയാണ്. അതുപോലെ നിങ്ങൾ നോക്കാം, അതായത് മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിൽ, പിന്നെ ഹിന്ദു മാനേജ്മെന്റ് സ്കൂൾ, അതായത് NSSന്റെ ആയിരുന്നാലും ശരി, SNDP നടത്തുന്ന സ്കൂളുകളായിരുന്നാലും ശരി, ഈ കന്യാസ്ത്രീകൾ പഠിക്കാൻ പോകുന്നുണ്ട് കോളേജുകളിൽ, ഗവൺമെന്റ് കോളേജുകളിൽ പോകുന്നുണ്ട്. അവിടെയെല്ലാം അവരുടെ വസ്ത്രം ധരിച്ചാണല്ലേ പോകുന്നത്. അപ്പൊ അവിടെയുള്ള ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാവില്ലല്ലോ. ക്രിസ്ത്യാനികൾ ധരിച്ചാൽ അത് അങ്ങനെയുള്ള വസ്ത്രം ധരിച്ചാൽ ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാവില്ല. പക്ഷേ ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളുകളിൽ മുസ്ലിം കുട്ടികൾ തലയിൽ തട്ടമിട്ട് വന്നാൽ അവിടെ അസ്വസ്ഥത ഉണ്ടാവും. അപ്പോൾ ഇത്ര വൃത്തികെട്ട മനസ്സാണ്. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയത എന്ന് പറയുന്ന ഈ ക്രിസ്ത്യാനികൾ, കുറെ അച്ഛന്മാർ, എല്ലാവരും ഇല്ല, സത്യ ക്രിസ്ത്യാനികളുണ്ട്, ദൈവത്തെ ഭയന്ന് ജീവിക്കുന്നവര്, അതായത് യഥാർത്ഥ ക്രിസ്ത്യാനികൾ, അവരാരും പറയില്ല. നല്ല അച്ഛന്മാരൊക്കെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അവർ തട്ടമിട്ട് വിചാരിച്ച് എന്താണ് കുഴപ്പം? ഡ്രസ് കോഡിൽ എന്താണ് പ്രശ്നം ഉണ്ടാവുന്നത്? ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഡ്രസ് കോഡില് അതായത് അവർ പറയുന്ന വസ്ത്രം ധരിക്കുന്നു, തലയിൽ ഏതെങ്കിലും ഒരു തട്ടം. അതായത് ഈ പള്ളുരുത്തി പിന്നെ റീത്താസ് സ്കൂളില് 150ഓളം മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ടെന്നാണ്. അപ്പൊ നിങ്ങൾ
അവരെ ഭീഷണിപ്പെടുത്തി തലയിൽ തട്ടം ഇട്ട് വന്നാൽ ഇവിടെ പഠിപ്പിക്കാൻ കഴിയില്ല, അത് തലയിൽ തട്ടം ഇടരുത് എന്ന്. അപ്പൊ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ പ്രിൻസിപ്പാളും വൈസ് പ്രിൻസിപ്പാളും ഇട്ടിരിക്കുന്നതാ. അപ്പൊ ഈ ആണിന്റെ മോന്തയും പെണ്ണുങ്ങളുടെ വസ്ത്രവും ധരിച്ചു വന്ന് ഈ കന്യാസ്ത്രീയുടെ വസ്ത്രം ധരിച്ചു വന്നാൽ നിങ്ങളാരും മനുഷ്യരാവില്ല. നിങ്ങൾ മനുഷ്യർക്ക് അപമാനമാണ്. ആ വസ്ത്രത്തിനോട് നീതി പുലർത്താത്തവരാണ്. നിങ്ങൾ സഹിഷ്ണുതയും സ്നേഹവും ഇല്ലാത്തവരാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ സ്നേഹം എന്താണെന്ന്, അനുകമ്പ എന്താണെന്ന് ആദ്യം പഠിച്ചിട്ട് വരണം. നിങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് യാതൊരു കാര്യമില്ല, നിങ്ങൾ ദൈവഭയം ഇല്ലാത്തവരാണ്. ദൈവത്തിന്റെ ഭയം നിങ്ങൾ തന്നെ പറയുന്നത്, നിങ്ങൾ കർത്താവിന്റെ മണവാട്ടി. കർത്താവ് ആരാണ്? ദൈവമാണ്, ദൈവത്തിന്റെ മണവാട്ടിയാണ്. അപ്പൊ ദൈവം എങ്ങനെ ചെയ്യും? എല്ലാ മനുഷ്യരെയും ഒരുപോലെ തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ദൈവം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് മുസ്ലിങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങളുടെ ദൈവത്തിന്റെ ഭാര്യയാണ് പറയുന്നത്. അതായത് കർത്താവിന്റെ മണവാട്ടി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഭാര്യ എന്നാണ്. അപ്പൊ ദൈവത്തിന്റെ ഭാര്യ പറയാണ് മുസ്ലിങ്ങളാ തലയിൽ തട്ടമിട്ടുകൊണ്ട് വരാൻ ഒക്കില്ല. എന്താ ഈ അച്ഛന്മാർക്ക് ഇതിന് മറുപടി പറയണം. അച്ഛന്മാര് മറുപടി പറയണം. നല്ല മതേതരവാദികളായ ഹിന്ദുക്കൾ ചോദിക്കുന്നുണ്ട് ഇത്. അതെന്താണ്? നിങ്ങൾക്ക് തലയിലിടാം, മുസ്ലിങ്ങൾക്ക് തലയിൽ ഇട്ടൂടെ? അതുപോലെ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിലായിരുന്നാലും NSSന്റെ SNDPയുടെ സ്കൂളുകളിലായിരുന്നാലും കന്യാസ്ത്രീകൾക്ക് ആ വസ്ത്രം അടിച്ചുകൊണ്ട് പോകും. അത് ഭരണഘടനയിൽ അവകാശമായിട്ട് ഉറപ്പ്. ഏത് ഭരണഘടന എവിടെയാണ് അത് അവകാശം ഉണ്ടാക്കിയിരിക്കുന്നത്? നിങ്ങൾക്കറിയാം, കുറച്ച് കോവിഡ് കാലത്ത് CBSEയുടെ കണ്ട ഒരു എക്സാം നടക്കുമ്പോഴത്തേക്ക് ഒരു കന്യാസ്ത്രീ പെണ്ണ് ഈ ശിരോവസ്ത്രം അണിഞ്ഞും കൊണ്ട് വന്നെന്ന് പറഞ്ഞ് അവർ കയറ്റിയില്ല. അത് എനിക്ക് പ്രത്യേകിച്ച് ഒരു റൂം തന്നാൽ മതി, അല്ലെങ്കിൽ ഈ എന്ന് പറഞ്ഞ് അവർ ആവശ്യപ്പെട്ടപ്പോഴത്തേക്ക് അതിന് അങ്ങനെ അനുവദിക്കും. ഒരു റൂമിൽ ഒരാളിനെ ഇരുത്തി പരീക്ഷ എഴുതിക്കാവൂ. ആ വസ്ത്രം ഊരി വെച്ച് അങ്ങനെ ചെയ്യാം. അല്ലാതെ ജനങ്ങളുടെ മുമ്പിൽ ഈ വസ്ത്രം പരിശുദ്ധമായതാണ്, മറ്റതാണ്, അപ്പൊ നിങ്ങൾക്ക് മാത്രമേ പരിശുദ്ധിയുള്ളൂ. നിങ്ങൾ എവിടുത്തെ ആൾക്കാരാണ്? നിങ്ങൾ പുതിയ ഓരോ നിബന്ധനകൾ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കണ്ട. വിദ്യാഭ്യാസത്തിന് അതിൻ്റെതായ നിലവാരമുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുന്ന നിയമമൊന്നും കേരളത്തിൽ നടക്കില്ല. അപ്പോ നിങ്ങൾ ഇവിടെ എങ്ങനെയാണ് പാരമ്പര്യമായിട്ട് പഠിച്ചിട്ടുള്ളത് ആ രീതിയിലേ പഠിപ്പിക്കാനൊക്കെ ഉള്ളൂ. ആ രീതിയിൽ പഠിക്കാൻ വരും. എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറയുന്ന ഈ ക്രിസ്ത്യാനികളെ എല്ലാവരും കൂടെ ചേർന്ന്, ഹിന്ദുക്കളായിരുന്നാലും മുസ്ലിങ്ങളും ചേർന്ന് അവരെ ഒറ്റപ്പെടുത്തണം. അവരെ സ്കൂളുകളിൽ പഠിപ്പിക്കരുത്. എന്തിനു പഠിപ്പിക്കാൻ പോകണം? വേറെ ഏതെല്ലാം സ്കൂളുകൾ ഇവിടെ ഉണ്ട്, നല്ല സ്കൂളുണ്ട്. എൻ്റെ ഇന്നത്തെ അഭിപ്രായത്തിൽ കേരളത്തിലുള്ള ഗവൺമെന്റ് സ്കൂളുകൾ ഇന്നുള്ള ഏത് പ്രൈവറ്റ് മാനേജ്മെന്റ് സ്കൂളിനേക്കാളും മെച്ചപ്പെട്ടതാണ്. ഗവൺമെന്റ് സ്കൂളിൽ പറഞ്ഞു വിടണം. കുട്ടികൾ അവിടെ പഠിക്കട്ടെ. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ അവർ സഹകരിച്ച് അവർ നല്ലപോലെ പഠിക്കട്ടെ. അവർ ക്രിസ്ത്യാനികൾ മാത്രം നടത്തട്ടെ. അവർക്ക് മാത്രം പ്രത്യേകിച്ച് നിയമങ്ങളുണ്ടാ. ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഇങ്ങനെയുള്ള തിട്ടൂരം പുറപ്പെടുവിക്കുന്ന ഈ മാനേജ്മെന്റുകളെ നിലയ്ക്ക് നിർത്താൻ ഗവൺമെന്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിന് അംഗീകാരം കൊടുക്കാതിരുന്നാൽ മതി. അവിടെ പഠിക്കുന്ന പിള്ളേർക്ക് പരീക്ഷ എഴുതാനൊക്കാത്ത ഒരവസ്ഥ ഉണ്ടാക്കണം. ഇവർ കുറെ അച്ഛന്മാർ വിചാരിച്ചാൽ ഇവിടെ എന്ത് വായിക്കളയാം എന്നുള്ള ഒരു അഹങ്കാരം അവർക്കുണ്ട്. അപ്പൊ ഇപ്പൊ BJP ആണ് ഭരിക്കുന്നത്. അവർക്ക് BJPക്ക് ഈ ക്രിസ്ത്യാനികളുടെ ഇപ്പൊ കുറെ വോട്ടിന്റെ ആവശ്യമുണ്ട്, ഇലക്ഷൻ വരെയാണ്. അപ്പൊ അതിനുവേണ്ടി അവര് പല രീതിയിലും ഇവിടെ കേരളത്തില് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ചേരി തിരിവ് ഉണ്ടാക്കാൻ, ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും കൂടെ ചേർത്ത് വെച്ചിട്ട് കുറെ സീറ്റ് പിടിക്കാം എന്നുള്ളതൊക്കെ കണക്കാക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. എന്തായാലും ശരി, നിങ്ങൾ ഈ ക്രിസ്ത്യാനികള് ഈ കന്യാസ്ത്രീകൾ എന്ന് പറയുന്നത് നിങ്ങൾ ആ പേരിന് പോലും യോഗ്യതയുള്ളവരല്ല. ആ ഡ്രസ്സ് ഇടാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. നിങ്ങൾ ഈ വിഷയം ഇവിടെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ രണ്ടുപേരും പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളില് രണ്ട് സ്ത്രീകൾ വിചാരിച്ചപ്പോ, അപ്പോ മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യരെ മനസ്സിലാക്കണം. അപ്പോ മറ്റുള്ള ജാതിക്കാർ അവർ വന്ന് പഠിച്ചോട്ടെ. അവരുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് സ്കൂളിന്റെ നിബന്ധന അനുസരിച്ചുള്ള ഡ്രസ് കോഡ് അവരിട്ടിട്ടുണ്ട്. തലയിൽ ഇന്ന കളറിലെ ഡ്രസ്സ്, തലയെ മറയ്ക്കാൻ അങ്ങനെ ഇന്ന കളർ മാത്രമേ ഉപയോഗിക്കൂ എന്ന് പറഞ്ഞാൽ പോലെ. അല്ലാതെ നിങ്ങൾ തിട്ടമിട്ടുണ്ടെന്ന ബാക്കിയുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാവും എന്ന് പറയുന്നത് എവിടുത്തെ നിയമമാണ്? നിങ്ങൾ ആരാണ് ഇവിടെ കേരളത്തിലെ നിയമങ്ങൾ ഉണ്ടാക്കാൻ? നിങ്ങൾക്ക് നല്ലതെന്ന് പറയുന്നത് മര്യാദയ്ക്ക് ഏത് പെൺകുട്ടിക്കായിരുന്നാലും ശരി, മുസ്ലിം ആയിരുന്നാലും ഹിന്ദു ആയിരുന്നാലും അവർ ഇഷ്ടമുള്ള തല മറയ്ക്കാതിരിക്കട്ടെ. അത് അവരുടെ മാത്രം സ്വാതന്ത്ര്യത്തിൽപ്പെട്ടാണ്, അത് അവരുടെ അവകാശമാണ്. അല്ല, നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത നിയമങ്ങൾ ഉണ്ടാക്കി കേരളത്തിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആരെയെങ്കിലും കാസയുടെ ഈ സംഘപരിവാർ ശക്തികളിൽ നിന്ന് അച്ചാരം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വാങ്ങിച്ച് പോക്കറ്റി അങ്ങ് ഇട്ടിരുന്നാൽ മതി. അല്ലാതെ
പിള്ളേരെടുത്ത് ഈ വിദ്യാർത്ഥികളുടെ ഇടയിൽ ചേരിതിരുണ്ടാക്കി വർഗീയത ഉണ്ടാക്കി നിങ്ങൾ ഈ പിള്ളേരെ തമ്മിൽ തെറ്റിക്കരുതെന്നാണ് എനിക്ക് പറയാം. അപ്പോൾ ഈ പിള്ളേർ തമ്മിൽ തെറ്റുമ്പോൾ ആ നാട്ടിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന എല്ലാ വൃത്തികേടുകളും ഇവിടെ പൊതുജന ശ്രമത്തിൽ ഞങ്ങൾക്കും പറയേണ്ടി വരും. നിങ്ങൾ കന്യാസ്ത്രീകൾ എന്ന് പറയുന്ന എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. നിങ്ങൾ കന്യകയാണെന്ന് പറയുന്നില്ല. ഇവിടെ 90% ഈ കന്യാസ്ത്രീകളെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാം എത്ര പേര് കന്യകമാരുണ്ടെന്ന്. അപ്പൊ ഇതൊക്കെ പറയിക്കരുത്. അപ്പൊ അച്ഛന്മാരായിരുന്നാലും ശരി, കന്യാസ്ത്രീകളായിരുന്നാലും ഇവിടെ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. പല അരമനകളിലും എത്രയോ കന്യാസ്ത്രീകളെ കൊന്നുകൂട്ടിയിട്ടുണ്ട്. കിണറ്റിലാണ് അവരുടെ ജഡം ഉണ്ടായിരുന്നത്. അപ്പൊ അതൊന്നും ഇവിടെയുള്ള കേരളത്തിലെ ജനങ്ങള് മറന്നു പോയിട്ടെന്ന് നിങ്ങൾ കണക്കാക്കരുത്. മാടത്തെരുവി കൊലക്കേസ്, മൈനത്തെരുവി കൊലക്കേസ്, അങ്ങനെ ഒരുപാട് കൊലക്കേസുകളിലൂടെ ഉണ്ടായിട്ടുണ്ട് അരമനകളിൽ. അപ്പൊ അതൊന്നും പറയിക്കരുത്. അപ്പൊ നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ദോഷം. അപ്പൊ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ അച്ഛന്മാരായിരുന്നാലും ശരി, കന്യാസ്ത്രീകളായിരുന്നാലും ശ്രമിക്കരുത്. തെറ്റ് ഏറ്റു പറഞ്ഞ് വിദ്യാർത്ഥിനികൾ അവരുടെ തല ഇട്ടുകൊണ്ട് വന്നോട്ടെ എന്ന് പറയണം. ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ ഈ കേരള സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന കാലം വിദൂരമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ക്ഷമയും സഹനശക്തിയും ഉള്ളവരായിരിക്കണം. നിങ്ങൾ അധ്യാപകരായിരിക്കാനുള്ള യോഗ്യത പോലും ഈ കന്യാസ്ത്രീകൾക്കില്ല. ഇങ്ങനെയുള്ള കന്യാസ്ത്രീകളുടെ എന്തെങ്കിലും അംഗീകാരം ഉണ്ടെങ്കിൽ, ഡിഗ്രി വല്ലതും അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡിഗ്രിയും അവരുടെ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളും ഈ ഗവൺമെന്റ് റദ്ദാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവർ ഒരു സ്കൂളിൽ പഠിപ്പിക്കാനുള്ള യോഗ്യത ഇല്ലാത്തവരാണ്. അവർക്ക് ആകാം, ബാക്കിയുള്ളവർക്ക് ആയിക്കൂടാ. എത്രയോ സ്കൂളുകളിൽ ക്രിസ്ത്യാനികൾ അവർ തലയെ തട്ടമിട്ടും അല്ലാതെ ഈ കന്യാസ്ത്രീകൾ ശിരോവസ്ത്രം അണിഞ്ഞു വന്ന് പഠിക്കുന്നുണ്ട്. അതിനൊന്നും ബാക്കിയുള്ള സമുദായങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ. അപ്പൊ നിങ്ങളെ സ്കൂളിൽ മാത്രം എന്താണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? അപ്പൊ കൂടുതലായിട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അന്തരീക്ഷം വൃത്തികേടാക്കരുത്. കേരളത്തിന് അതിൻ്റെതായ ഒരു വിലയും നിലയുണ്ട്. ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും നിങ്ങളൊക്കെ ഏതെല്ലാം രാജ്യങ്ങളിലൊക്കെ പോയി നിങ്ങൾ ജീവിക്കുന്നവരല്ലേ? അവിടെ വല്ലതും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ലല്ലോ. ഇല്ലാത്ത പ്രശ്നം നിങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കുന്ന എന്തിനാണ്? അപ്പോൾ മനഃപൂർവ്വമായിട്ട് കേരളത്തിൽ നിങ്ങൾ വിദ്യാർത്ഥികളുടെ ഇടയിലായാലും മനുഷ്യരുടെ ഇടയിലായാലും ചേരിതിരിവുണ്ടാക്കി വർഗീയ പ്രശ്നം ഉണ്ടാക്കി നിങ്ങൾ നാടിനെ കത്തിക്കാനും കുട്ടിച്ചോറാക്കാനുമാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങളെ ദൈവം ഇതിന് നിങ്ങൾക്ക് മാപ്പ് തരില്ല. നിങ്ങളെ എന്തായാലും ചോദ്യം ചെയ്യപ്പെടും. നിങ്ങൾ നാളത്തെ അതായത് യൗമുൽ ഹിസാബ് എന്ന് പറയും, മുസ്ലിങ്ങൾ പറയും. അപ്പോ അവസാന നാളില് എല്ലാവരും മരിച്ചു പോയാൽ എല്ലാവരെയും ഓരോരുത്തരെയായിട്ട് ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യലിൽ നിങ്ങൾക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നിങ്ങളെ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ഏത് അച്ഛനായാലും ശരി, കാണിക്കുന്ന തിട്ടൂരങ്ങളും കാണിക്കുന്ന വൃത്തികേടുകൾക്കും സമുദായം സാക്ഷികളല്ല. സമുദായം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനില്ല. ഏത് അച്ഛനായിരുന്നാലും ശരി, തെണ്ടിത്തരം പറയുന്നതിന് ഒരു മര്യാദയുണ്ട്. അതായത് ഇന്നാള് പാംപ്ലാനി പറയുന്നു, റബ്ബറിന് എത്ര രൂപ, 500 രൂപ ആക്കി തന്നാ ഞങ്ങള് കേരളത്തിൽ നിന്ന് ഒരു MP കൊടുക്കാം. അപ്പൊ ഇത്ര വൃത്തികെട്ട മനസ്സിന്റെ ഉടമകളാണ്. ഒരു അച്ഛനാണ് പറയുന്നത്, നിങ്ങൾ 500 രൂപ, കേന്ദ്രത്തിന്റെ അടുത്ത് പറയാണ്, നിങ്ങൾ 500 രൂപ റബ്ബറിനാക്കി തന്നെ. അപ്പൊ എന്ത് റബ്ബർ മുതലാളിമാരാണ് ക്രിസ്ത്യാനികളും ഈ അച്ഛന്മാരും. അച്ഛന്മാർക്കൊക്കെ ഒരുപാട് തോട്ടമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ 500 രൂപ ആക്കി തന്നാൽ, റബ്ബറിന് കിലോയ്ക്ക് 500 രൂപ ആക്കി തന്നാൽ ഞങ്ങൾ കേരളത്തിൽ നിന്ന് ഒരു MP തരാം. അപ്പൊ ക്രിസ്ത്യാനിയോട് വേല കാണിച്ച് ഒരു MP കൊടുത്തത് തന്നെ പല വികൃതികളും അവിഹിതവും ഒക്കെ നടത്തിയാണ്. ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കള്ളവോട്ടൊക്കെ ചെയ്താണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത്. അപ്പൊ അങ്ങനെ എന്ത് തെണ്ടിത്തരവും, കൈക്കൂലി കൊടുത്താൽ എന്ത് തെണ്ടിത്തരവും കാണിക്കുന്ന അച്ഛന്മാരും കന്യാസ്ത്രീകളുമാണ് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നത്. നിങ്ങൾ മദർ തെരേസയെ പോലുള്ളവരെ നിങ്ങൾ കണ്ടുപഠിക്കണം. വത്തിക്കാനിലാണ് ഈ ലോകത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനികളുടെ നേതാവിരിക്കുന്നത്. ആ മനുഷ്യനെങ്കിലും അവിടുത്തെ നിയമങ്ങളെങ്കിലും നിങ്ങൾ പാലിച്ച് ജീവിക്കണമെന്നാണ് എനിക്കിവിടെയുള്ള ക്രിസ്ത്യാനികളോട് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.